നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ കുക്കിങ്ങിന് തൊട്ട് മുന്നുള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് 2 മണിക്കൂർ കൊണ്ട് ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തെടുക്കേണ്ടത്. അതും 6-7 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 19 വിഭവങ്ങളൊക്കെ ഇലയിൽ കാണും. ആ ഒരു രീതിയിലാണ് നമ്മൾ സദ്യ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും തലേദിവസം നമ്മൾ കുറച്ച് പ്ലാനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ സദ്യ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന ഏറ്റവും ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കാൻ പോണ വിഭവങ്ങളെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതായത് നമ്മൾ ഇലയിൽ വിളമ്പാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഐറ്റംസും, ഉപ്പ് തൊട്ട് പഴം, ഉപ്പേരി, പായസം, എല്ലാ കറികളും ഒക്കെ കൂടി ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 19 ഐറ്റംസ് ഉണ്ട് നമുക്കിപ്പോൾ. അതിൽ തലേ ദിവസം ഉണ്ടാക്കേണ്ടതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് അന്നേ ദിവസം നമ്മൾ സദ്യ കഴിക്കാൻ അന്നേ ദിവസം ഉണ്ടാക്കേണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ, അതായത് ഇപ്പോൾ കായപ്പേരി, ശർക്കര വരട്ടി, പഴം, ഇതൊന്നും ഞാൻ ഉണ്ടാക്കുകയല്ല ചെയ്ത് നോക്കണം. എനിക്ക് പോലും ഇലയിൽ വിളമ്പുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണ സദ്യയിൽ സാമ്പാറുണ്ട്, പിന്നെ അവിയലുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് ഇഷ്ടുക്കറി ഉണ്ട്. അപ്പോൾ ഈ ഇഷ്ടുക്കറിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങോലും ചെയ്യാം. രണ്ടായാലും ഉണ്ടാക്കുന്ന രീതി ഒന്ന് തന്നെയാണ്, ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ക്യാരറ്റ് തോരൻ എടുക്കാം, അതിന് പകരം വേണമെങ്കിൽ കാബേജ് തോരനാവാം. പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഇഞ്ചി പച്ചടി, അങ്ങനെ 3 തരത്തിലുള്ള പച്ചടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളി മീൻകറി, രസം, പപ്പടം, കൊണ്ടാട്ടം, ക്യാരറ്റ് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഈ 12 ഐറ്റംസും നമ്മൾ അന്നേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം നമ്മളൊരു 3 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. പുളിയിഞ്ചി, വടുകപ്പുളി അച്ചാർ, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പുളിയിഞ്ചിയും വടുകപ്പുളി അച്ചാറൊക്കെ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ വേണമെന്നില്ല, 2-3 ദിവസം മുന്നേ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. പുളിശ്ശേരി തലേ ദിവസം മാത്രം ഉണ്ടാക്കിയാൽ മതി. പുളിശ്ശേരിക്ക് പകരം നിങ്ങൾക്ക് കാളിന് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാം. കാളിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ തയ്യാറാക്കി വെക്കണം എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പം ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് എഴുതി വെച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാനായിട്ട് മുന്നേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് എങ്ങനെയൊക്കെ ചെയ്തെടുക്കാമെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സാമ്പാർ തൊട്ട് പായസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആകെ വെട്ടും തിരുത്തൊക്കെ നിങ്ങൾക്ക് കാണാം, ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ വിഭവങ്ങളില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പച്ചക്കറികൾ എന്തൊക്കെ വേണം നോക്കുക, അതിനനുസരിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവരിക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇത്രയും നമുക്ക് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉരുളൻകിഴങ്ങൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് ഒന്ന് കഴുകി വയ്ക്കാൻ പോകുന്നതൊന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മളിവിടെ കാബേജ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കാബേജ് തോരനല്ല ഉണ്ടാക്കുന്നത്, ക്യാരറ്റ് തോരനാണ്. അതൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് തോരനിലേക്ക് മാറിയത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊക്കെ മുന്നേയായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുളിശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാളൻ ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തോട് കൂടിയിട്ടോ ഉണ്ടാക്കി വെക്കാൻ നോക്കുക. നമ്മളിവിടെ പഴം പുളിശ്ശേരിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ വടുകപ്പുളി അച്ചാറും ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലേ ദിവസം ചെയ്യാം കേട്ടോ. പക്ഷേ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഇരുന്നിട്ട് ആ വിളമ്പണ സമയത്ത്, അതായത് സദ്യയിലാണ് നമ്മൾ വിളമ്പുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചത്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് വീണ്ടും കാണിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അതൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കാം. അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിവിടെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. അവിടുന്ന് അത് വീണ്ടും വാരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൽ നിന്ന് ആവശ്യമുള്ള കഷ്ണങ്ങൾ മാത്രം നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കഷ്ണങ്ങൾ മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ചധികം ചെറുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളി നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം, സവാള കൂടുതൽ എടുത്താൽ മതി. പക്ഷേ ചെറുള്ളി ആയിരിക്കും കറികൾക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് മെനക്കെട്ടാലും ആ ടേസ്റ്റ് അല്ലേ നമുക്ക് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ചെറുള്ളി തന്നെ മാക്സിമം എടുക്കാൻ നോക്കാം. പിന്നെ ഇതിനായിട്ട് ഒരു 2 ഈ വലുപ്പത്തിലുള്ള നാളികേരം എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ 2 നാളികേരം ശരിക്കും നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെരുകി വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ട. അല്ലാതെ ആ സമയത്ത് നാളികേരം പൊളിക്കാനും ചെരുകാനൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ടൈം പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം തന്നെ നാളികേരം ചെരുകി ഫ്രീസറിൽ വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി അരിയാൻ തുടങ്ങാനായിട്ട് മുന്നേ ആയിട്ട് നമ്മളിവിടെ അത് അരിഞ്ഞിടാനുള്ള പാത്രം പിന്നെ അതിൻ്റെ വേസ്റ്റ് ഇടാനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പിന്നീട് വൃത്തികേടാവാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ടുണ്ട് എത്രത്തോളം സമയം എടുക്കും നോക്കാനായിട്ട്. അപ്പോൾ ഇതേ സമയം ഓടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങുന്നത് കായയിൽ നിന്നാണ്. അപ്പോൾ കായയുടെ തൊലി കളഞ്ഞിട്ട് തുടങ്ങുക. തൊലി കളയല്ല, അതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇതുപോലെ കളയാൻ വേണ്ടു. ഇങ്ങനെ കളയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ കായയുടെ തൊലി നമ്മൾ സാമ്പാറിലേക്കായാലും അവിലേക്കായാലും കളയാറില്ല. കാരണം അത് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഞാനിവിടെ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെ മര വീഴണ പിന്നെ തൊലിയൊക്കെ പോകണ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ സോപ്പൊക്കെ ആവണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലും കറയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും നോക്കാറൊന്നുമില്ല. കൂടുതൽ സമയമൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാട്ടോ ശരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ പെട്ടെന്ന് പ്രായമൊക്കെ ആവും ഇങ്ങനെ സോപ്പിൻ്റെ ഉപയോഗവും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ ഒന്ന് കൂടുതൽ കെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളുടെയും തൊലി ആദ്യം തന്നെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയാൽ മതിയാവും. നമ്മൾ കേബേജ് തോരൻ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് അല്ലാതെ ഞാൻ പായസത്തിക്കാണ് എടുക്കുന്നത്. അത്രയ്ക്ക് കുറേശ്ശൊക്കെ വാടി തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉപ്പേരിയിലേക്കായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ഇങ്ങനെ പായസം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ നമ്മളിവിടെ ബീട്രൂട്ട് പച്ചരിക്കുള്ള ബീട്രൂട്ട് ഒന്ന് തൊലി കളഞ്ഞപ്പോൾ തന്നെ അത് അത്ര ഫ്രഷ് അല്ലാന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ ഇരിക്കണ ബീട്രൂട്ടൊന്നും നിങ്ങൾ ബീട്രൂട്ട് പച്ചരിക്കായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര നന്നാവില്ല. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ ബീട്രൂട്ട് പച്ചരിക്ക്, അത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കണ ബീട്രൂട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചേനയാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ ചേന നന്നാക്കി കഴിഞ്ഞാലും കൈയൊന്നും ചൊറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേനയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പിന്നെ നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കഴുകിയൊക്കെ വെച്ചതായിരുന്നു. അതെടുത്തിട്ടുണ്ട്. അത് നല്ല ബീട്രൂട്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള. അപ്പോൾ എനിക്കൊരു പകുതി ആവശ്യമുള്ളൂ ബീട്രൂട്ട് പച്ചരിക്കായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കുക പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. മറ്റേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതിനൊരു ചെറിയൊരു കേടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് തുറന്ന് കളയുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് അവിൽക്കായിട്ട് എടുക്കുന്നില്ല, സാമ്പാറിലേക്കും പിന്നെ നമ്മളെടുക്കുന്നത് ഉരുളൻകിഴങ്ങ് ഇഷ്ടുക്കറിയിലേക്കാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സാമ്പാറിലേക്ക് അവിലേക്കും എടുക്കാം. അത് ഇന്ന കഷ്ണങ്ങൾ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കഴിക്കണം നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 സവാള മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 സവാള നന്നാക്കിയത് പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഉള്ളിക്ക് തന്നെയായിട്ട് എനിക്കൊരു 15 മിനിറ്റിനും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി എപ്പോഴും സമയം കൂടുതൽ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സവാള തന്നെ എടുക്കുക. പക്ഷെ ടേസ്റ്റിന് എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് നല്ല ചെറിയ ഉള്ളികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നന്നാക്കി എടുക്കാനായിട്ട്. പിന്നെ മാത്രമല്ല ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇത് പിടിക്കാനും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നന്നാക്കി എടുക്കുമ്പോൾ കൂടുതൽ സമയം എനിക്ക് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് കഷ്ടപ്പെട്ട് നന്നാക്കിയത് അവിലേക്കും സാമ്പാറിലേക്കും പിന്നെ തക്കാളി മീൻ കറിയിലേക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സാമ്പാർക്ക് കുറച്ചധികം തന്നെ ഇടാനായിട്ട് ഒരു 10-15 എണ്ണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പാറിലേക്ക് എനിക്ക് ഇടാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം. ഇടാൻ പറ്റാണ്ടല്ല, ഞാൻ മറന്നുപോയി. കഷ്ടപ്പെട്ട് നന്നാക്കി എടുത്തിട്ട് ഞാനത് ഇടാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇടാനായിട്ട് മാറ്റി വെച്ച കാരണം അങ്ങനെ പിന്നീട് അതിൽ നിന്ന് എടുത്തിടാൻ മറന്നുപോയി. അങ്ങനെ സാമ്പാറിലേക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകും. സാധാരണ സദ്യയിൽ എപ്പോഴും എനിക്കൊക്കെ പറ്റാറുള്ളത് ഏതെങ്കിലും ഒരു കറി വിളമ്പാൻ മറന്നു പോകുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കറി വിളമ്പാനൊന്നും മറന്നുപോയില്ല. പക്ഷേ ഇങ്ങനെ 2 മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒന്നായിരിക്കും വെളുത്തുള്ളി നന്നാക്കാന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് ഇതുപോലത്തെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആ തൊലിയൊന്ന് നീക്കം ചെയ്തെടുക്കാനായിട്ട്. ഇത് കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ടേക്കാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ. അപ്പം ഞാനത് വിട്ടുപോയ കാരണമാണ്. പിന്നെ ഇവിടെ നമ്മൾ രസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. ഒരു 15നും കൂടുതൽ വെളുത്തുള്ളി അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ രസം വേണമെങ്കിൽ ഉണ്ടാക്കണ്ടെന്ന് വെക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം. ഒരു 2-3-4 എണ്ണം അങ്ങനെ കരുതി വെച്ചാൽ മതി, എന്തിലേക്ക് നമുക്ക് ആവശ്യം വേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചധികം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വെളുത്തുള്ളി കണ്ടില്ലേ, ഇതുപോലെ അത്രയ്ക്കും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീട്രൂട്ട് ഇപ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടി ആവശ്യമുള്ളതൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും. അത് ഇത്രയും വെളുത്തുള്ളിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങി നമ്മളിപ്പോൾ മുറിക്കണില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുറിക്കണുള്ളൂ. മുറിക്കാണ്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നോളും. പിന്നെ പൈനാപ്പിൾ മുറിച്ചെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ഈ പച്ചക്കറികളിലൊക്കെ കുറച്ച് തൊലിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ നന്നാക്കുമ്പോൾ ഇടയിൽ പറ്റിപ്പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരണം. ഇനി പൈനാപ്പിൾ പച്ചടിയിലേക്കായിട്ടുള്ള പൈനാപ്പിൾ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ ഈസി ആയിട്ട് അരിയാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി വയ്ക്കുന്നത് ക്യാരറ്റ് പായസത്തിക്ക് വേണ്ടിയിട്ടാണ്. അവലിക്കായിട്ട് കഷ്ണങ്ങൾ അരിയുമ്പോൾ നമ്മൾ നീളത്തിൽ അരിയാനായിട്ട് നോക്കുക. അപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ കനമൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിൽ ഏത് കഷ്ണങ്ങളാണെങ്കിൽ അരിഞ്ഞെടുത്താൽ മതിട്ടാ. അപ്പോൾ മുരിങ്ങക്കായ ആണെങ്കിൽ അവലിക്കായിട്ട് ഇങ്ങനെ നടു മുറിച്ച് വെക്കുന്നുണ്ട്. സാമ്പാറിലേക്ക് അവലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ നമ്മൾ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കപ്പിൻ്റെ അളവാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കപ്പിലാണ് അളന്ന് നോക്കിയിട്ട് ഇവിടെ അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാറിലേക്ക് അവലിക്ക് നമ്മൾ ഏകദേശം ഒരു 3 കപ്പോളം പച്ചക്കറികളാട്ടോ അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏകദേശ കണക്കാട്ടോ പറഞ്ഞത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാറിൽ ചെറുള്ളിയൊക്കെ ഇടാൻ മറന്നുപോയിന്ന്. അപ്പോൾ ചെറുള്ളി ഉൾപ്പെടുത്താണ്ടാണ് ഏകദേശം ഒരു 3 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെറുള്ളി ഉൾപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ റെസിപ്പിയിലും കറക്റ്റ് അളവുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കായ സാമ്പാറിലേക്കായിട്ട് അതിൻ്റെ നടുവൊന്ന് മുറിച്ച് കൊടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. കായൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകുന്നില്ല, പെട്ടെന്ന് ഉടയാത്ത കഷ്ണങ്ങൾ പെട്ടതാണ്. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നത് മത്തങ്ങയൊക്കെയാണ്. അപ്പോൾ അത് ഇത്തിരി വലിയ കഷ്ണം തന്നെയായിട്ട് സാമ്പാറിലേക്ക് ഇടായാലും കുഴപ്പമില്ല. കാരണം കുറച്ച് തന്നെ ഉടഞ്ഞ് തീർന്നോളും അത്. അപ്പോൾ നമ്മളിവിടെ കുക്കറിലാണ് ഈ സാമ്പാറും അവിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്തങ്ങ, ഉരുളൻകിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് വലുപ്പത്തിൽ മുറിക്കായിരിക്കും നല്ലത്. അപ്പോൾ അവലിക്കായിട്ട് ഈ മത്തങ്ങ ഒന്ന് കനം കുറച്ച് ഒന്ന് മുറിച്ചെടുക്കുക നീളത്തിൽ. കണ്ടില്ലേ, ഇതുപോലെ കനത്തിൽ ആയിട്ടൊന്ന് ചെത്തിയെടുക്കുക. അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കായ അധികം എത്രത്തോളം നീളം വേണമെന്ന് വെച്ചിട്ട് അതിൻ്റെ കനം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ സാമ്പാറിലേക്ക് അവലിക്കായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മളിവിടെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു ചേനയും പിന്നെ ഈ ചെറിയൊരു കഷ്ണം മത്തങ്ങയും ബാക്കി വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൊലിയൊക്കെ കളഞ്ഞ് ബാക്കി വന്നിട്ടുള്ള ഈ കഷ്ണങ്ങൾ നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് കുറച്ച് ദിവസം കേടാതെ ഇരുന്നോളും. ഇതൊക്കെ ഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സംഭവം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചെറുതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഗ്രേറ്റ് ചെയ്ത് എൻ്റെ കൈയും കൂടി അങ്ങോട്ട് ആ തൊലിയും കൂടി അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവസാനം ആകുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്തിട്ട് അവസാനത്തെ ആ ചെറിയ കഷ്ണം ഞാൻ എൻ്റെ വായിലോട്ട് വെച്ച് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നവരൊക്കെ ആണെങ്കിൽ അവസാനം ആകുമ്പോൾ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അതിന് പകരം അത് കഴിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ബീട്രൂട്ട് നമുക്ക് അരക്കപ്പ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ, അതായത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അരക്കപ്പ് ബീട്രൂട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഈ 2-3 ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഇനി ആവശ്യമില്ല. ഇത്രത്തോളം തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോൾ അരക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കഷ്ണങ്ങൾ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നാളികേരം കൂടിയാണ് ചെരുകിയെടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ചെരുകി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ തീർന്നു എന്ന് പറയാം. അപ്പോൾ നാളികേരം നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് ആവശ്യമില്ലെങ്കിൽ കൂടി അത് ചെരുകിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അരിഞ്ഞതെല്ലാം ഓരോരോ പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അതിന് മുന്നേ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും നാളേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വേപ്പില തൊട്ട് എല്ലാ പച്ചക്കറികളും ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട്, അതായത് ഓരോരോ കറിക്കുള്ളത് ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവിലിൻ്റെ കഷ്ണങ്ങളാണ്. പിന്നെ 2 നാളികേരം നമ്മളിവിടെ ചെരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെരുകി കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മളിത് എടുത്ത് വെച്ച് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കുക. പിന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഈ നാളികേരം എടുത്ത് വയ്ക്കുക. അപ്പോൾ പച്ചക്കറികൾക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ നാളികേരം പുറത്തേക്ക് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ഉള്ള തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്ത് പൊട്ടിക്കാനായിട്ട് ഓടി നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആദ്യമേ തന്നെ നമ്മളൊന്ന് എടുത്ത് വെച്ചു. പിന്നെ ഉരുളൻകിഴങ്ങ്, ഇഷ്ടക്കറിക്കുള്ള ഉരുളൻകിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇത്ര നേരം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെള്ളക്കറി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കളർ മാറി കഴിഞ്ഞാൽ കറിക്ക് തന്നെ കളർ മാറും. അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ക്യാരറ്റ്, തോരനിക്കുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ബീട്രൂട്ട്, പച്ചടിക്കുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അതൊരു അരക്കപ്പാട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ പായസത്തേക്കുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും പിന്നെ ക്യാരറ്റ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കഷ്ണങ്ങളാക്കിയതും വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ, മധുര പച്ചടിയിലേക്കുള്ള പൈനാപ്പിൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയുള്ള പൈനാപ്പിൾ. പിന്നെ സാമ്പാർ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു പാത്രത്തിലിട്ട് വെച്ച് വെക്കാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങും കായും ചേനയൊക്കെ കറക്കുന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. പക്ഷേ സാമ്പാറിലേക്ക് ആയതുകൊണ്ട് കളർ മാറിയാലും പെട്ടെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. പിന്നെ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒരു ബോക്സിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ മുളകും ആവശ്യത്തിന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടി തന്നെ സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞെട്ടൊക്കെ കളഞ്ഞ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടുതലിരിക്കും. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സദ്യയിലേക്കായിട്ട് പച്ചടി, കിച്ചടി എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ പച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട്, 3 പച്ചടി. അപ്പോൾ അതിലേക്കായിട്ട് എന്തായാലും നമുക്ക് മോരോ തൈരൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ തൈര് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ല തൈര് വാങ്ങാത്തവരാണെങ്കിൽ പാലിൽ ഒഴിച്ച് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ തലേ ദിവസം അതും കൂടി ചെയ്ത് വെക്കണം. അപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ തൈര് പുളിച്ച് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കണ സമയത്ത് ഇളം ചൂടുള്ള പാലിൽ കുറച്ച് തൈര് കൂടുതൽ ഒഴിച്ചിട്ട് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൈരായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ നോർമൽ കാലാവസ്ഥയിലുള്ളൊരു ദിവസത്തിൽ നിങ്ങൾക്ക് അധികം പുളി ഇല്ലാത്ത തൈര് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഉച്ച സമയത്തേക്കൊക്കെ മതി നിങ്ങൾക്ക് ആ തൈര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു 7 മണിയോട് കൂടിയൊക്കെ നിങ്ങൾ ഒഴിച്ചാൽ മതി. ഒഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ തൈര് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മേശമൊന്ന് വെച്ചിട്ടുണ്ട്. ചിലതെങ്കിലും എടുത്ത് പാത്രങ്ങളൊക്കെ മുകളിലോ അല്ലെങ്കിൽ വേറെ ഷെൽഫിലോ അങ്ങനെ ആയിരിക്കും. ആ സമയത്ത് അതിന് വേണ്ടി എടുക്കാനും കഴുകാനൊക്കെ നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ അതിന് തന്നെ എടുത്തൊന്ന് വെക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 1 കുക്കർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി 2 കുക്കറും ചേച്ചിയിരുന്ന അപ്പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 1 കുക്കറെങ്കിലും നമ്മളിതിൽ ഉപയോഗിക്കുക. കാരണം കുക്കറിലൊക്കെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ ചെറിയ അടുക്കളയായാലും കുറച്ച് സൗകര്യമുള്ളൂ നമ്മുടെ അടുക്കളയെങ്കിൽ പോലും നമ്മളൊന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ അത് നല്ല അടുക്കളയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. അതല്ല നമ്മൾ വൃത്തിയാക്കേണ്ടാണ് കിടന്നുറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇനി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണമല്ലോ കുക്കിംഗ് ഒക്കെ തുടങ്ങാനായിട്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ വേണം നമ്മൾ ആ ദിവസം തുടങ്ങാൻ തന്നെ. അപ്പോൾ അതത്ര ശരിയാവില്ല. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്കത് കാണുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ആ ദിവസം ആരംഭിക്കാൻ പറ്റും. ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.
അതൊരു ബൈ.